മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ സോണിയാഗാന്ധിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി.ജെ.പി. ഇപ്പോൾ. സോണിയാഗാന്ധിക്ക് ജോർജ് സൊറോസ് ഫൗണ്ടേഷൻ ഫണ്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. കശ്മീർ സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്ന ആശയത്തിന്റെ പിന്തുണക്കാരാണ് ജോർജ് സൊറോസ് ഫൗണ്ടേഷൻ എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. എക്സിലൂടെ പങ്കുവച്ച ഒന്നിലധികം പോസ്റ്റുകളിലൂടെയാണ് ബി.ജെ.പി. സോണിയയ്ക്കെതിരെ ആരോപണമുന്നയിച്ചത്. ഈ കൂട്ടുകെട്ട് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ തെളിയിക്കുന്നതാണെന്ന് ബി.ജെ.പി. പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് 10 ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് ബി.ജെ.പി. എംപിയായ നിഷികാന്ത് ദുബെ പറഞ്ഞത്. മീഡിയ പോർട്ടലായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ടിന്റെ പേരിൽ ഹംഗേറിയൻ അമേരിക്കൻ വ്യവസായിയായ ജോർജ് സൊറോസ് പ്രതിപക്ഷവുമായി ഒത്തുകളിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനും നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചുവെന്നാണ് ബി.ജെ.പി. ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ഫോറം ഓഫ് ദി ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് ഫൗണ്ടേഷന്റെ കോ പ്രസിഡന്റാണ് സോണിയാഗാന്ധി. കോ പ്രസിഡന്റ് എന്ന നിലയിൽ സോണിയാഗാന്ധി ജോർജ് സൊറോസ് ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നിഷികാന്ത് ദുബെ ആരോപിക്കുന്നുണ്ട്. ജോർജ് സൊറോസും സോണിയാഗാന്ധിയുമായുള്ള ബന്ധത്തിലൂടെ വ്യക്തമാകുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള വിദേശ ശക്തികളുടെ ഇടപെടലാണെന്നും ബി.ജെ.പി. ആരോപിച്ചു. ഈ ഫൗണ്ടേഷൻ കശ്മീരിനെ പ്രത്യേക മേഖലയെ കണക്കാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലെ സോണിയാഗാന്ധിയുടെ അധ്യക്ഷ സ്ഥാനം ജോർജ് സൊറോസ് ഫൗണ്ടേഷനുമായുള്ള ഒരു പങ്കാളിത്തത്തിലേക്ക് നയിച്ചുവെന്നും ബി.ജെ.പി. ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ സംഘടനകളിൽ വിദേശ ഫണ്ടിംഗ് സ്വാധീനം കാണിക്കുന്നതാണ് ഈ കാര്യമെന്നും ബി.ജെ.പി. തങ്ങളുടെ ട്വീറ്റ് പരമ്പരയിലൂടെ ആരോപിക്കുന്നുണ്ട്. അദാനി ഗ്രൂപ്പിനെതിരായ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ജോർജ് സൊറോസ് ഫണ്ട് ചെയ്യുന്ന സംഘടന തത്സമയം സംപ്രേഷണം നടത്തിയിരുന്നു. കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ ജോർജ് സൊറോസ് തന്റെ ഒരു പഴയ സുഹൃത്താണെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ബി.ജെ.പി. ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ വ്യവസായി ഗൗതം അദാനി എന്നിവർക്കെതിരെയുള്ള വാർത്തകളിലും പ്രചാരണങ്ങളിലും യു.എസിന് പങ്കുണ്ടെന്ന് ബി.ജെ.പി. ആരോപിച്ചിരുന്നു. എന്നാൽ ബി.ജെ.പിയുടെ ആരോപണം യു.എസ് തള്ളുകയായിരുന്നു. യു.എസ് എംബസിയിലെ ഒരു വക്താവ് ആരോപണങ്ങളെ നിരാശാജനകമാണെന്നാണ് വിശേഷിപ്പിച്ചത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ യു.എസ് ഏറെ മുന്നിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ പ്രതികരണത്തെയും വിമർശിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പി. രംഗത്തെത്തിയത്. യു.എസ് സർക്കാരും സൊറോസ് ഫൗണ്ടേഷനും ഒരുപോലെ OCCRPRന് ഫണ്ട് നൽകുന്നുവെന്ന് അവർ സമ്മതിച്ചുവെന്നതായിരുന്നു നിഷികാന്ത് ദുബെ ഇതിനോട് പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് സോണിയാഗാന്ധിയെയും കോൺഗ്രസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ബി.ജെ.പി. പുതിയ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കൂട്ടം അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകരും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും സഹകരിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും യു.എസിലെ ഡീപ് സ്റ്റേറ്റ് ഘടകങ്ങളും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബി.ജെ.പി. കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഒരു വാർത്താ ഏജൻസിയായിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും സോണിയാഗാന്ധിക്ക് എതിരെയുള്ള ആരോപണങ്ങൾ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ ആകുന്നവയല്ല. രാഹുൽ ഗാന്ധിക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി എന്ത് എന്നുള്ളതും ഏറെ നിർണായകമാണ്. എന്തായാലും സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ദേശീയ തലത്തിൽ വലിയ തിരിച്ചടി തന്നെ സംഭവിക്കുക കോൺഗ്രസിനായിരിക്കും.